വിശ്വാസം വേണം. എന്തിനുള്ള വിശ്വാസം? അപ്പൻ്റെ കൂടെയുള്ള യാത്ര, അപ്പൻ്റെ കൂടെ ഉള്ളത് മാത്രം മതി. അപ്പോൾ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ച് വേർതിരിക്കുമ്പോൾ വ്യത്യസ്തമായ നിലവാരങ്ങളിലൂടെ ആയിരിക്കും ഇന്ന് ഇതിനകത്ത് കടന്നു വന്നത്. വേദനയോടായിരിക്കാം, ഭാരത്തോടായിരിക്കാം, പ്രയാസത്തോടായിരിക്കാം, കണ്ണുനീരോടായിരിക്കാം. പക്ഷേ എനിക്ക് നിങ്ങൾക്കും ഒരു ഉറപ്പ് വേണം. എന്നെയും നിങ്ങളെ വിളിച്ചത് ആര്? എങ്ങനെ വിളിച്ചത് ആരെ? കമ്പെടുക്കാൻ പറഞ്ഞാൽ കമ്പെടുക്കാൻ ഉള്ളൊരു വിശ്വാസം വേണം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? മോശയോട് ദൈവം പറഞ്ഞു, മോനെ വടിയെട്. പറഞ്ഞ ഉടനെ മോശ എന്ത് ചെയ്തു? വടിയെടുത്തു. കണ്ടോ? കാരണം അപ്പം ഇത് വടി ഞാൻ എടുക്കുന്നില്ല എന്നല്ല. നമ്മളാണെങ്കിലോ ചില കാര്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് നല്ല ക്ഷീണമാണ് എന്ന് പറയില്ലേ? പക്ഷെ മോശ അങ്ങനെയല്ല. ഒരു വടി എടുക്കാൻ പറയുമ്പോൾ പോലും ചാടി വീണ് എന്ത് ചെയ്തു? നിന്റെ കരം നീട്ടുക. നമ്മളാണെങ്കിൽ നീട്ടുമോ? എന്തോ എനിക്ക് തോന്നിയെന്ന് പറയൂല്ലേ? മോശ അങ്ങനെയല്ല, പൊട്ടനെ പോലെ നീട്ടിക്കൊടുത്തു. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? കാരണം പറയുന്നത് അത് കേൾക്കുകയും കേൾക്കുന്നത് അനുസരിക്കുകയും ചെയ്യുന്നൊരു ഭക്തൻ. ഇന്ന് ഇതിനകത്ത് പറയുന്നത് കേൾക്കുകയും അത് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. ഇന്ന് തിരിച്ചു പോകുമ്പോൾ ആ വലിയ പ്രവൃത്തിയോടെ വേണം എന്ത് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പോകാൻ. എനിക്കൊരു വിടുതൽ ദൈവം തന്നിട്ടുണ്ട്, എനിക്കൊരു വിളിയുണ്ട്, എനിക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. എന്നെ വിളിച്ചിരിക്കുന്ന ദൈവമാണ്. ആ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. മോശ ഒന്ന് തിരിഞ്ഞു നോക്കി ആ മനുഷ്യനോട് സ്വത്രം വടി നിലത്തിടാൻ പറഞ്ഞു. ഇട്ടോ ഇല്ലയോ? ഇട്ടു. നമ്മളാണെങ്കിലോ പറയുമ്പോൾ അതുപോലെ അനുസരിക്കാൻ ഒരു മനോഭാവം, ഒരു അകത്തളങ്ങൾ, ഒരു വാഞ്ച. അനേകര് പറഞ്ഞ കേൾക്കാതെ തിരിഞ്ഞു പോകുമ്പോൾ കർത്താവിൽ പറ്റി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഏത് ചെറുതും ഏത് വലുതും അതുപോലെ അംഗീകരിക്കും. ദൈവം പറഞ്ഞതാണോ അത് അതുപോലെ അംഗീകരിക്കും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, കർത്താവ് നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അത് അംഗീകരിക്കാൻ, വില കൊടുക്കാൻ. മനുഷ്യൻ പറയുന്നതിനെല്ലാം നമ്മൾ പലപ്പോഴും വില കൊടുക്കും. പക്ഷെ ദൈവം പറയുന്നത് കേൾക്കാൻ നമ്മൾ വില കൊടുക്കാറില്ല, നമ്മൾ ഇരിക്കാറില്ല. മനുഷ്യൻ്റെ മുമ്പിൽ മൊബൈൽ ഫോണിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചും കേൾക്കും, മനസ്സിലാക്കും. പക്ഷേ യേശുവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ സമയമില്ല. അപ്പൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അപ്പൻ്റെ ശബ്ദം കേൾക്കാം. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു വടി ഇടുക. ഇട്ടു, അനുസരിച്ചു. ആ വടി എന്തായി? പാമ്പായി. കർത്താവ് പറഞ്ഞു അതിൻ്റെ വാലിലും പിടിച്ച്. നമ്മളാണെങ്കിൽ അവിടെ നിന്ന് ഓടി എപ്പോൾ രക്ഷപ്പെടുന്നു? പൊട്ടനെ പോലെ. വാലിനെ പിടിച്ചാൽ പാമ്പ് കടിക്കും, ഉറപ്പാണ്. വിഷം മുഴുവൻ ഇവിടെ ഇരിക്കുന്നത് അതിൻ്റെ തലയിലല്ലേ വിഷം, അത് കൊത്തും, ഉറപ്പാണ്. പക്ഷേ മോശയ്ക്ക് അത് കൊത്തുമൊന്നും ചിന്തിച്ചില്ല. പറഞ്ഞതാരെന്നാണ്? ഇതെന്നോട് പറഞ്ഞത് ഇത്രയും വലിയ വിഷമുള്ള പാമ്പിൻ്റെ വാലിനെ പിടിക്കാൻ പറഞ്ഞതാരെ? കണ്ടോ? പറഞ്ഞവനെ അനുസരിച്ചിട്ട് ആ വാലിനെ എന്ത് ചെയ്തു? പിടിച്ച് കയ്യിലെടുത്തപ്പോൾ അതെന്തായി? നിന്നെ കൊല്ലുമെന്ന് പറയുന്നതിനെ പിടിച്ച് കയ്യിലെടുക്കുമ്പോൾ വടിയാക്കാൻ, ചിലതിനെല്ലാം തകർക്കാൻ, ചിലതിനെല്ലാം ഉടയ്ക്കാൻ, അവൻ്റെ ജീവനെ തകർക്കാൻ, അവൻ്റെ ശക്തിയെ കെടുത്താൻ, നിന്നെ ഒതുക്കി നിന്നെ വിഷം കൊണ്ട് കൊത്തി തകർക്കുമെന്ന് പറയുന്നതിനെ നിന്റെ കയ്യാലെ എടുക്കാനാണ് ദൈവം കണ്ടിരിക്കുന്നത്. അത് അനുസരിക്കുന്നവനെ പറ്റൂ. ഇതൊക്കെ അനുസരിക്കുന്നവന് മാത്രമുള്ളതാണ്, എല്ലാവർക്കും ഉള്ളതല്ല. ഇത് പൊട്ടനെ പോലെ ആൾക്കാർക്ക് ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക്, കൊരിന്ത്യർക്ക് ലേഖനം 1:18 എന്തെന്നാ പറയുന്നത്? ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും വിശ്വസിക്കുന്നവർക്കോ അത് ദൈവശക്തി. മോശ, നമ്മൾ ആര് കണ്ടാലും അടുത്ത് നിൽക്കുന്ന എല്ലാവരും പറയും നിനക്ക് വട്ട് തന്നെടാ, പാമ്പ് നിന്നെ കൊത്തും. ഇതേ പറയൂ. നോക്കിയേ സ്വത്രം. എന്നാൽ മോശ പറയും എന്നെ പാമ്പ് കൊത്തുമെന്നല്ല, എന്നോട് പറഞ്ഞവൻ ആരെന്നാണ്. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ദൈവത്തെ കണ്ടവന് ആമേൻ ദൈവത്തിൻ്റെ ശബ്ദത്തെ സ്വത്രം മാറ്റിവിടാനോ അത് മറുതലിക്കാനോ കഴിഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്തു? ആ പാമ്പിൻ്റെ വാലിനെ എന്ത് ചെയ്തു? പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ വടി കയ്യിലൊരു വടിയായി. പാമ്പെന്തായി? വടിയായി. ഇനി വിഷമില്ല. പത്തി വിടർത്താൻ പറ്റുന്നില്ല, കൊത്താൻ പറ്റുന്നില്ല, അനേകരെ ഉപദ്രവിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായോ? അഭിഷേകമുള്ളവൻ്റെ കയ്യിൽ, കർത്താവിൻ്റെ വാക്കനുസരിക്കുന്നതിൻ്റെ കയ്യിൽ ചില പാമ്പുകൾ വടിയാകും. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുവിടാ. എനിക്ക് ഒന്നറിയാം. കഴിഞ്ഞ നാളുകൾ നിൻ്റെ കുടുംബത്തെ ചതച്ച് തകർത്ത് കളയുമെന്ന് പറഞ്ഞ ചിലതിനെ ആത്മാവിൽ നിറഞ്ഞ് കയ്യിലെടുത്ത് അവൻ്റെ ശക്തികളെ ഉടയ്ക്കാൻ എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുവിടാ. ആഴം വെളിപ്പെടുന്നവർക്ക് അത് ഗ്രഹിക്കാൻ പറ്റും, അത് മനസ്സിലാക്കും. ഹല്ലേലൂയ. ചിലതെല്ലാം നിന്നെ കഴിഞ്ഞ നാളുകൾ തകർത്തുകൊണ്ടിരുന്നെങ്കിൽ, വിരട്ടിക്കൊണ്ടിരുന്നെങ്കിൽ, നിന്നെ ചുറ്റി വരിഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ, മാനസികമായി ശാരീരികമായി നിന്നെ ഒതുക്കിക്കൊണ്ടിരുന്നെങ്കിൽ, നിന്റെ സ്വസ്ഥതയെ കെടുത്തിക്കൊണ്ടിരുന്നെങ്കിൽ, നിന്റെ സമനില തെറ്റിക്കൊണ്ടിരുന്നെങ്കിൽ, രാത്രി ഉറക്കമില്ലാതെ പകൽ സ്വസ്ഥതയില്ലാതെ നിന്നെ ഉടച്ച് തകർത്തുകൊണ്ടിരുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം കർത്താവ് പറയും നീ ആ പ്രശ്നത്തിൻ്റെ വാലിൽ പിടിച്ചിട്. ആമേൻ. അത് പിന്നെ ചലിക്കാൻ പറ്റാത്തതാക്കി
ആമേ. പക്ഷെ അനുസരിക്കുന്നൊരു മനോഭാവം വേണം, അനുസരിക്കാനുള്ള താല്പര്യം വേണം. എൻ്റെ ദൈവം എന്ത് പറഞ്ഞാലും ഒരു പൊട്ടനെ പോലെ ഞാൻ അനുസരിക്കും, ഒരു പൊട്ടിയെ പോലെ ഞാൻ അംഗീകരിക്കും. എൻ്റെ ദൈവം എന്ത് പറഞ്ഞാലും അതിൻ്റെ അപ്പുറത്ത് ഇനി വേറെ ഒന്നുമില്ല. ദൈവം പറയുന്നതിന് ഞാൻ വില കൽപ്പിക്കും. മറ്റുള്ളതല്ല എൻ്റെ വില. എൻ്റെ വില ദൈവം എന്ത് പറയുന്നതിലാണ്. എൻ്റെ ദൈവം പറയുന്നതിൻ്റെ അപ്പുറത്ത് എനിക്ക് വിലയില്ല. ഇന്ന് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. അതേ മോശയോട് ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത് പോകാൻ പറഞ്ഞു. ആമേ. മോശ പോയി. അവിടെ ഒരു സ്വത്രം കണ്ണിന് കാണത്തക്ക രീതിയിൽ ഒരു ചുക്കും അതിനകത്ത് നടന്നില്ല. പക്ഷേ പൊട്ടനെ പോലെ ആദ്യത്തെ പ്രാവശ്യം പോയി. ഇവരുടെ ഹൃദയം എന്ത് ചെയ്തു? കഠിനമായി. രണ്ടാം പ്രാവശ്യം ഞാനാണെങ്കിൽ പറയും, കർത്താവ് ഒന്നാമത്തെ പ്രാവശ്യം പോയി എവിടെ ഒന്നും നടന്നില്ലല്ലോ. ഇങ്ങനെ ചോദിക്കും, നീ പറഞ്ഞു വിട്ടു പോകാൻ. അവിടെ അവർ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ലെന്ന്. ഇനി ഞാൻ നാണം കെടാനാണ് പോകുന്നതെന്ന് ചോദിക്കൂ. ഞാൻ അങ്ങനെ ചോദിക്കൂ. പക്ഷെ മോശ വീണ്ടും പൊട്ടനെ പോലെ അങ്ങോട്ട് പോവുകയാണ്. കണ്ടോ, എന്നോട് എവിടെ വിട്ടാലും അവിടെ നടന്നോ ഇല്ലെന്നല്ല, അത് നടത്തുന്ന ദൈവമാണ്. ഞാൻ പോയോ എന്നതിലാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അവിടെ അത്ഭുതം നടന്നോ, അതിശയം നടന്നോ, ജനം വിടിവിക്കപ്പെട്ടോ, അവിടെ കെട്ടുപൊട്ടിയോ, അവിടെ എൻ്റെ പേര് വന്നോ, അവിടെ എൻ്റെ പ്രശസ്തി വന്നോ, അവിടെ എൻ്റെ വിലയും നില എങ്ങനെയായി എന്നല്ല ഞാൻ നോക്കേണ്ടത്. പിന്നെയോ എൻ്റെ ദൈവം പറഞ്ഞ ഞാൻ കേട്ടോ, ഞാൻ അനുസരിച്ചു, ഞാൻ അംഗീകരിച്ചോ, ദൈവം എന്നോട് അവിടെ പോകാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ബാക്കി എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അതാരുടെ കടമയാണ്? ദൈവത്തിൻ്റെ കടമ. ഞാൻ പോയോ? പക്ഷെ മോശ പൊട്ടനെ പോലെ ഒന്നാം മട്ടവും പോയി, രണ്ടാം മട്ടവും പോയി. പോകേണ്ട സമയത്തെല്ലാം മോശ അവിടെ പോയി. എന്നാൽ സ്വത്രം ഒരിടത്ത് പോലും എൻ്റെ ദൈവത്തെ മോശ ക്വസ്റ്റ്യൻ ചെയ്തില്ല. ദൈവമേ, എന്തുകൊണ്ട് ഞാൻ ഇത്രയും പ്രാവശ്യം പോയിട്ടും അവിടെ അത്ഭുതം നടന്നില്ല? പക്ഷേ ഹല്ലേലൂയ, 10ാമത്തെ തവണ അവിടെ ഒരു അത്ഭുതമുണ്ടായി. ഒരു കുളമ്പടി പോലും അവിടെ ക്ഷമ പഠിച്ചു, കണ്ടോ, താഴ്മ പഠിച്ചു, വിനയം പഠിച്ചു, അഹങ്കാരം പൊളിഞ്ഞു. ഞാനെന്ന ഭാവം ഒന്നും അവിടെ ഇല്ല, ആർക്കില്ല? മോശയ്ക്കൽ. എന്തുകൊണ്ട്? പലതവണയും പോയിട്ടൊന്നും നടന്നില്ല. സ്വത്രം പ്രാർത്ഥിച്ചു, വിടുതൽ കെട്ടി. സ്വത്രം അത്ഭുതം ചെയ്യാൻ പറഞ്ഞു. കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പറഞ്ഞു, ബാധ അയക്കാൻ പറഞ്ഞു അല്ലേ? ഓരോ ബാധ അയക്കുമ്പോൾ മന്ത്രവാദികളും വന്നു, അവരും അതുപോലെ ചെയ്യാൻ തുടങ്ങി. അതുപോലെ അവിടെ ഉണ്ടായി. ഈ മോശയിലൂടെ എന്ത് അത്ഭുതം നടന്നോ അതിൽ ചിലത് മാത്രം നടന്നില്ല, ബാക്കിയെല്ലാം അതുപോലെ മോശ ചെയ്തതുപോലെ മന്ത്രവാദികളും ചെയ്തു. അപ്പോൾ ഞാനാണെങ്കിൽ അതോടെ പിന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ സ്വത്രം മോശ പിന്നോട്ട് പോയില്ല. വീണ്ടും തന്നോട് പറഞ്ഞവനെ നോക്കി, കർത്താവ്, ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇതൊക്കെ സംഭവിച്ചു, ദേ മന്ത്രവാദികളും പറയുന്നു, പിന്നെ ഇതിലേതാ ദൈവം എന്ന് നമ്മളാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. മോശയ്ക്ക് സംശയമില്ല. മോശയ്ക്ക് അറിയാം, എന്നെ അയച്ചത് തന്നെയാ ദൈവം, എന്നെ വിളിച്ചത് തന്നെ. എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. ജീസസ്, ഹല്ലേലൂയ. എന്നെ വിളിച്ച തന്നെയാ ദൈവം, എന്നെ അയച്ചത് തന്നെയാ ദൈവം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വെളിപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്, എന്നെ അയച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് തന്നെ ദൈവമെന്ന് മോശ ഉറപ്പിച്ചു. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, സ്തോത്രം, 10ാമത്തെ ബാധയും ഒറ്റ വ്യക്തി പോലും ഇല്ലാതെ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. ആ മോശയിലൂടെ തന്നെ ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കുളമ്പടി പോലും ഇല്ലാതെ ശേഷിപ്പിച്ച് കൊണ്ടുവരാനിടയായിത്തീർന്നു. ആദ്യത്തെ വാക്കുകളെല്ലാം കേട്ടിട്ട് അനുസരിക്കാതിരുന്നെങ്കിൽ ഇതുപോലെ നടക്കുമോ? ഇല്ല. ഹല്ലേലൂയ. നീ പ്രതീക്ഷിച്ചതൊന്നും നീ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും നീ പതറാതെ അപ്പൻ്റെ വാക്കുകൾ നോക്കി ഞാൻ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ദൈവം പ്രതീക്ഷിച്ചത്, ഞാൻ പ്രതീക്ഷിച്ചല്ല, ദൈവം പ്രതീക്ഷിച്ചത്, ദൈവം പ്രതീക്ഷിച്ച സമയത്ത് അത് ദൈവം ചെയ്യും. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഞാൻ പ്രതീക്ഷിച്ച് നടക്കണ്ട, അത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പ്രതീക്ഷിച്ച് നടക്കണ്ട, ദൈവം പ്രതീക്ഷിച്ച് നടക്കണം. ദൈവം എന്നെ അയച്ചിട്ടുണ്ടോ? ദൈവം എന്ത് പ്രതീക്ഷിച്ചു അത് നടക്കണം. എൻ്റെ പ്രതീക്ഷയല്ല നടക്കേണ്ടത്, ദൈവത്തിൻ്റെ പ്രതീക്ഷ നടക്കണം. മോശയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ പോകുന്നത് ആരുടെ പ്രതീക്ഷ നടക്കാൻ? ദൈവത്തിൻ്റെ പ്രതീക്ഷ. അപ്പോൾ മടിയില്ല. നമ്മുടെ പ്രതീക്ഷ നടക്കാനും, നമ്മുടെ ആഗ്രഹം നടക്കാനും, നമ്മുടെ പദ്ധതികൾ നടക്കാനും നമ്മൾ പോയിട്ട് നടക്കാതാകുമ്പോൾ നമ്മൾ പിന്മാറും. പക്ഷെ മോശ എന്ന ഭക്തൻ, അല്ലെങ്കിൽ പുതിയ നിയമ വിശുദ്ധന്മാർ പോയത് അവരുടെ പദ്ധതി നടക്കാനല്ല, അവരുടെ ആഗ്രഹം നടക്കാനല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം നടക്കാനാകയാൽ അവിടെ എന്ത് നടന്നെന്ന് അവർ നോക്കിയില്ല. ദൈവം പോകാൻ പറഞ്ഞെടുത്തെല്ലാം അവർ പോയി. കണ്ടോ, അതാ കാര്യം. കാരണം അവർ നോക്കിയത് അവരുടെ ഇഷ്ടം നടക്കാനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാൻ അവർ നോക്കി. അതുപോലെ എന്ത് ചെയ്തു? അവർ ദൈവത്തിൻ്റെ മഹത്വമായി മാറി. അവിടെ മുഴുവൻ വിലയും ആർക്ക് പോയി? ദൈവത്തിന് പോയി. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് മോശയിലേക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓരോ സ്ഥലത്തൂടെ ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയി അവിടെ ചെങ്കടലെത്തുമ്പോൾ ഇതാ ഫറവോൻ്റെ ശക്തികൾ പുറത്തു വരുന്നു, വേഗിൽ നിന്ന് വരുന്നു. അവിടെയും ജനം പിറുപിറുക്കുന്നു. പക്ഷെ മോശയ്ക്ക് ഒരു പിറുപിറുപ്പില്ല. മോശയുടെ അടുക്കൽ ദൈവം വന്ന് പറയും, നീ പേടിച്ച് നിൽക്കുന്ന എന്തടാ? എടാ, ഈ അത്ഭുതം ചെയ്ത വടി നിൻ്റെ കയ്യിലില്ലേ? ഇത്രയും ദിവസവും നിന്നിലൂടെ ഞാൻ അത്ഭുതം ചെയ്തില്ലേടാ? ഈ വടി ഒന്ന് നീട്ടിയാ പോരെ? ആമേൻ. അതുപോലും കേൾക്കാൻ, അതുപോലും ദൈവശബ്ദം കേൾക്കാൻ, മുഖത്തെ പാത്ത് ആരാധിപ്പേ,
എന്നിതയം തந்து ആരാധിപ്പേ, ഓ മുഖത്തെ பார்த்து ஆராதிப்பே, என் இதயம் தந்து ஆராதிப்பே. தூயாவியே ஊற்று தண்ணீரே, இரக்கமுள்ள பெரிய தேவரே, உம்மகத்தை பார்த்து ஆராதிப்பே, என் இதயம் தந்து ஆராதிப்பே, உம்மகத்தை பார்த்து ஆராதிப்பே, என் இதயம் தந்து ആരാധിപ്പേ. ഹല്ലേലൂയ. വേറൊന്നും നോക്കിയില്ല, വേറെ ഒന്നും. ഞാൻ പറഞ്ഞതെല്ലാം എൻ്റെ ഇഷ്ടം നടന്നോ നല്ല നോക്കിയത്. പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ക്രിസ്തുവിൽ ജീവിച്ചവരെ നമ്മൾ തിരിച്ചറിയണം. അവർ പറഞ്ഞ് നടന്നോ നല്ല നോക്കിയത്, ദൈവത്തിൻ്റെ ഇഷ്ടം നടന്നോന്നാ. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെട്ട ഒരു വരി മറക്കരുത്. എൻ്റെ ഇഷ്ടം നടന്നോന്നല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നടന്നോ. ഓ, എൻ്റെ ഇഷ്ടം ഒരുപാട് കാര്യമുണ്ട്, അത് നടന്നോന്നല്ല. പിന്നെയോ, അപ്പാ ഇന്ന് പള്ളി പോയി, എന്നിവിടെ ദൈവം പ്രസാദിച്ചോ, ഇന്നത്തെ ദിവസം എനിക്ക് തന്നു, കർത്താവിന് ഇഷ്ടമായോ എൻ്റെ ജീവിതം, എൻ്റെ കാര്യം നടന്നോന്നല്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഈ ഒരു ധ്യാനത്തോടെ പോകുമ്പോൾ ചില നാളുകൾക്കകത്ത് ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം നമ്മൾ ചിന്തിച്ചു വരുന്നത് എന്നറിയാമോ? ആഗ്രഹിച്ച് ദാഹിച്ച് വരുന്ന നമ്മളെ പദ്ധതി കൊണ്ടാണ്. പക്ഷേ ഒരു വ്യക്തി പോലും പലപ്പോഴും നമ്മൾ ആരും ചോദിക്കാറില്ല, ദൈവമേ അങ്ങയുടെ പദ്ധതി നടന്നോപ്പാ. കണ്ടോ, നമ്മൾ ചോദിക്കുന്ന ആരുടെ പദ്ധതി നടന്നോന്നാ? എൻ്റെ പദ്ധതി നടന്നോന്നാ ഞാൻ നോക്കുന്നത്. എൻ്റെ പ്രാർത്ഥന നടന്നോന്നാണ്, എൻ്റെ ചിന്തകൾ അതുപോലെ നടന്നോന്നാണ്, ഞാൻ വിചാരിച്ച അതുപോലെ ദൈവം ചെയ്തോന്നാണ്. പക്ഷേ ആരെങ്കിലും ചോദിക്കാറുണ്ടോ, കർത്താവേ എൻ്റെ പദ്ധതിയല്ല അങ്ങയുടെ പദ്ധതി നടന്നോ? ഇന്നത്തെ ദിവസം അങ്ങയുടെ പദ്ധതി എന്നിൽ നിറവേറിയോ? അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറിയോ? അങ്ങ് എന്നെക്കുറിച്ച് ഈ 2025 ഈ ദിവസം ഫെബ്രുവരി മാസം അവസാന ദിവസം അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിച്ച് നടന്നോ? അതോ ഞാൻ ചോദിക്കുന്ന മുഴുവനും അപ്പ എൻ്റെ ആഗ്രഹം നടന്നോന്നാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഈ ഒരു വെളിപ്പാട് എത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് സഹോദരങ്ങളെ? ഇന്ന് ഈ വെളിപ്പാട് കുറിച്ച് ഹൃദയത്തിനകത്തിട്ടോളണം. എൻ്റെ ആഗ്രഹം നടന്നോന്നല്ല, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം. നമ്മളെ മക്കളെക്കുറിച്ച് നമുക്കൊരാഗ്രഹമുണ്ടല്ലേ? നമുക്കൊരാഗ്രഹമില്ലേ? നമുക്കൊരാഗ്രഹമുണ്ട്, എനിക്കാഗ്രഹമുണ്ട്. സ്വത്രം, ദൈവത്തിന് മഹത്വം. നമുക്കൊരാഗ്രഹമുണ്ടല്ലേ? ആരെക്കുറിച്ച്? നമ്മുടെ മക്കളെക്കുറിച്ച് ഒരാഗ്രഹമുണ്ട്. ഈ ആഗ്രഹം മക്കളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? സന്തോഷിക്കും, കുറേയും കൂടെ ആനന്ദിക്കും, കുറേയും കൂടെ ധൈര്യപ്പെടും, കുറേയും കൂടെ പ്രത്യാശ വർദ്ധിക്കും, കുറേയും കൂടെ ബലം വർദ്ധിക്കും. ദൈവത്തിന് സ്വത്രം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ആശ്വാസം കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്വത്രം, എൻ്റെ യേശുവിൻ്റെ ആഗ്രഹം എന്നിൽ നടക്കുന്നതാണോ നല്ലത്? എൻ്റെ ആഗ്രഹം യേശു ചെയ്യുന്നതാണോ നല്ലത്? ജീസസ്, ഹല്ലേലൂയ. അപ്പാ അങ്ങയുടെ ആഗ്രഹം ഇന്ന് എന്നിൽ നിറവേറിയോ? അങ്ങയുടെ ആഗ്രഹം ഈ ആരാധനയ്ക്കകത്ത് വന്നിരുന്നപ്പോൾ എന്നിലൂടെ നിറവേറിയോ? അംഗീകരിക്കാനും സ്വീകരിക്കാനും എനിക്ക് വേണ്ടും പോലെ പറ്റിയോ? ഇതാണ് ഞാൻ ചിന്തിക്കേണ്ടത്. മോശ എന്ന ഭക്തൻ അങ്ങനെയായിരുന്നു. അയാളുടെ ചിന്തയല്ല അപ്പൻ എൻ്റെ യാത്രയിൽ പ്രസാദിക്കുമോ, ദൈവം എന്ത് പറയും, എന്ത് കിട്ടിയെന്നല്ല ആ മനുഷ്യൻ ചിന്തിച്ചത്. ദൈവത്തിന് എന്നെ കിട്ടിയോ? ഓ, ദൈവത്തിന് എന്നെ വിളിച്ചപ്പം കിട്ടിയോ? നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. ഓ ജീസസ്. അനേകരെ ദൈവം വിളിക്കുന്നുണ്ട്, ദൈവത്തിന് കിട്ടുന്നില്ല. അനന്യാസിനെ ദൈവം വിളിച്ചു. അനേകരെ വിളിക്കുമ്പോൾ നോട്ട് റീച്ചബിൾ പരിധിക്ക് പുറത്ത്. അനേകരെ വിളിക്കുമ്പോൾ പരിധിക്ക് പുറത്ത്. ദൈവം അല്പം നീങ്ങി നിന്നോ, എൻ്റെ കാര്യം നടത്തിയിട്ട് ഞാൻ പറയട്ടെ, പരിധിക്ക് പുറത്ത് എന്ന് ചിലർ എപ്പോഴും കിട്ടും, എപ്പോഴും കൈക്കകത്ത. അനന്യാസിനെ എപ്പോൾ വിളിച്ചാലും ശമൂവേൽ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ എപ്പോൾ വിളിച്ചാലും അയാളെ ദമസ്കോസിൽ വെച്ച് ശൗൽ ശബ്ദം കേട്ട് അന്ന് മുതൽ എപ്പോൾ വിളിച്ചാലും ശൗലിനെ നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്നെ എപ്പോൾ വിളിച്ചാലും കിട്ടുമോ? അപ്പനോട് ചോദിക്കാറുണ്ട്, അപ്പച്ചാ ഞാൻ വിളിച്ചപ്പോൾ അപ്പം കേട്ടോന്നല്ല, എന്നെ അപ്പച്ചൻ വിളിച്ചപ്പോൾ ഞാൻ കേട്ടോ അപ്പച്ചാ? ഞാൻ എവിടെയെങ്കിലും കേൾക്കാതായോ? എനിക്ക് കേൾക്കാൻ പറ്റാതായോ? സ്തോത്രം. 2 വരി നിങ്ങളുടെ അകത്ത് വീഴട്ടെ. ഒന്ന് ആദ്യം പറഞ്ഞ വരി, ഇപ്പോൾ പറഞ്ഞ വരി. കർത്താവേ അങ്ങേക്ക് ഹിതമായോപ്പാ? അങ്ങയുടെ ഇഷ്ടമാണോ എന്നിൽ നടന്നത്?
എൻ്റെ ഇഷ്ടമല്ല. ആ 2 എന്തോന്നാ ഞാൻ പറഞ്ഞേ? അകത്ത് വീഴണം. അകത്ത് ഹൃദയത്തിൻ്റെ മാംസ പലയ്ക്കകത്ത് എഴുതും 2. എൻ്റെ അപ്പം വിളിച്ചപ്പോൾ മുഴുവൻ വിളി ഞാൻ കേട്ടോ. 3 ആ കേട്ട വിളിയിൽ എനിക്ക് അംഗീകരിക്കാനും മുട്ടുമടക്കാനും പറ്റിയോ? ഇതിലപ്പുറം വലുതൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇതിലപ്പുറം വലുത് നമ്മുടെ ജീവിതത്തിനകത്തൊന്നുമില്ല. ഈ ഒരു 3 കാര്യം എൻ്റെ അകത്ത് വന്നാൽ ഞാൻ പറയാം, നമുക്ക് ടെൻഷൻ വരില്ല. നമുക്ക് ഞാനെന്ന പാപം കുറേ ഇടിഞ്ഞു പോകും. എൻ്റെ പേര് വലുതായില്ല തോന്നൂല. ഞാൻ വിചാരിച്ചൊന്നും നടന്നില്ല തോന്നൂല. നമ്മൾ പിന്മാറൂല. പിന്നെയോ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് മാറും. നമ്മൾ വീഴാനും പിന്മാറാനും കാരണം നമ്മൾ ചോദിച്ച ദൈവം ചെയ്തില്ല. പക്ഷെ ദൈവം വിചാരിച്ചത് നടന്നോ? കണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മോശയിലൂടെ ദൈവം എന്തൊക്കെ കരുതിയോ വിചാരിച്ചോ അതെല്ലാം എന്ത് ചെയ്തു? നടന്നു. അങ്ങനെ ചെങ്കടലിൻ്റെ അപ്പുറത്തെത്തി. പ്രശ്നമാണ്. ഞാൻ ഒരു വരി കൂടെ പറഞ്ഞത് വിടും. പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. സ്തോത്രം. ഒരു പൊട്ടനെ പോലെ പോകുമ്പോൾ ഇതാ സ്തോത്രം, മാറയെത്തി. എന്തെത്തി? മാറയിലെത്തിയപ്പോൾ വെള്ളം കുടിക്കാൻ ആർക്കും പറ്റുന്നില്ല. മാറയിലെത്തിയപ്പോൾ എന്ത് പറ്റുന്നില്ല? വെള്ളം കുടിക്കാൻ ആർക്കും പറ്റുന്നില്ല. ഒറ്റ മനുഷ്യർക്കും ആ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. കയ്പ. അതിൻ്റെ തൊട്ട് കരയിൽ ചേർന്ന് ആ മാറയുടെ ആ വെള്ളത്തിൻ്റെ തൊട്ടരികിൽ ഒരു മരം നിൽക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആ മരം എന്തായാലും വലിച്ചെടുക്കുന്ന വെള്ളം ഏതായിരിക്കും? ഈ കയ്പായിരിക്കത്തില്ലേ? ഞാനെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ ചോദിക്കും. കർത്താവ് പറഞ്ഞു, മക്കളെ ഈ വെള്ളം കയ്പാ ശരി, നീ ഇതിലുള്ള കൊമ്പ് വെട്ടി ഇതിനകത്ത് ഇടണം. ഞാനെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും. കർത്താവേ, അങ്ങേക്ക് അറിഞ്ഞൂടെ ഈ വെള്ളവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഈ വൃക്ഷത്തിൽ എന്തെങ്കിലും മധുരം കൊടുക്കാൻ പറ്റുമോ? ഈ വെള്ളത്തിലല്ലേ ഇത് വളരുന്നത്, പിന്നെ എങ്ങനെ ഇതിനെ രുചിപ്പിക്കാൻ പറ്റും എന്ന് ഞാൻ ചോദിക്കുമ്പോൾ യേശു ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ പറയുന്നതിനൊക്കെ അനുസരിക്കാൻ ഒരുക്കമാണോ? നീ അറിയണ്ട. ഞാൻ പറയുന്നത് പൊട്ടനെ പോലെ നിന്ന് കേട്ടതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. ഹല്ലേലൂയ. അത്ര ദാഹിക്കുന്നൊരു ഭക്തനെ ഈ വരികളൊക്കെ വെളിപ്പെടും. നമുക്ക് വെളിപ്പെട്ട് കഴിഞ്ഞ് ഞാൻ പറയാം, അസാധാരണമായ നിലവാരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണാൻ പറ്റും. ഈ മോശപോഷനെ പോലെ, പൊട്ടനെ പോലെ, ഏതുമല്ലാത്തവനെ പോലെ. അപ്പം ഈ വെള്ളം കയ്പാണ്. ദൈവം പറയുന്നു, മക്കളെ ഈ മരച്ചില്ല വെട്ടിയിട്. ഞാൻ ചോദിക്കും, ഈ ചെറിയ ചില്ല വെട്ടിയിട്ടാൽ ഈ വെള്ളം കയ്പ് മാറുമോ? അപ്പോൾ ഇത്രയും കയ്പിനെ വലിച്ചെടുക്കാൻ ഈ മരച്ചില്ല എന്തെല്ലാം ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. നിങ്ങൾ ചോദിക്കും, ഇത്രയും വലിയ വിഷയങ്ങൾ മാറാൻ ഈ ചെറിയ ചില്ലി മതിയോ? ഇത്രയും വിഷയങ്ങൾ മാറാൻ ഞാൻ അപ്പൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയ വല്ലം നടക്കുമോ? ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ ഇതിന് പറ്റും? ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നവരാണ്. പക്ഷെ മോശ വെള്ളത്തിൻ്റെ അളവ് നോക്കിയില്ല, വെള്ളത്തിനകത്തുള്ള കടുപ്പവും നോക്കിയില്ല, കയ്പിൻ്റെ ആധിക്യവും നോക്കിയില്ല, പറഞ്ഞവൻ്റെ വലിപ്പം നോക്കി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഞാനും നിങ്ങൾ നോക്കേണ്ടത് പ്രശ്നത്തിൻ്റെ കാഠിന്യമല്ല, പ്രതിസന്ധിയുടെ കട്ടിയല്ല, നിൽക്കുന്ന വൃക്ഷം ഏത് വെള്ളം കുടിച്ചെന്നല്ല, വൃക്ഷം നിൽക്കുന്നത് എവിടെയെന്നുമല്ല, ഈ കയ്പ് കൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്നല്ല, പിന്നെയോ എന്നോട് പറഞ്ഞവനാര്? നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. എന്നോട് പറഞ്ഞവൻ ആര്? വെട്ടിയിടാൻ എന്നോട് പറഞ്ഞവൻ ആര്? വെട്ടിയിടാൻ എന്നോട് പറഞ്ഞവൻ ആര്? ഓ ജീസസ്, ഹല്ലേലൂയ. വെട്ടിയിടാൻ പറഞ്ഞതാരാ? ദൈവം. മോശ മറുത്തൊന്നും ഒരു സെക്കൻഡ് പോലും ആലോചിക്കാൻ നിന്നില്ല. നമ്മളെങ്കിൽ പലതും ആലോചിക്കാൻ നിൽക്കും. വചനത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആലോചിക്കാൻ നിൽക്കും. അവിടെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചും കണ്ടും നിൽക്കും. ഇയാൾ സംശയിക്കാതെ ടക്കനൊരു കൊമ്പ് വെട്ടി അങ്ങിട്ടു. കണ്ടോ? അനുസരിക്കുന്നവനെ അനുഗ്രഹം ഉറപ്പ്. ഏതനുഗ്രഹം? ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹം. ജീസസ്, ഹല്ലേലൂയ. നീ നോക്കണ്ട അതിൻ്റെ കയ്പ് മാറുമോ എന്ന്. നീ നോക്കണ്ട ആ കയ്പിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന്. നീ നോക്കണ്ട അതിൻ്റെ അടുത്ത് നിൽക്കുന്ന വൃക്ഷത്തിന് ഇത് വലിച്ചെടുക്കാനുള്ള ശക്തിയോടെ നീ നോക്കണ്ട. നീ നോക്കേണ്ടത് നിന്നോട് പറഞ്ഞതവൻ ആരെന്നും നിനക്കത് അനുസരിക്കാൻ കഴിഞ്ഞോ എന്നും.
നിങ്ങൾക്ക് എത്ര വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ സ്നേഹിതരെ. ഹല്ലേലൂയ. എനിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്കതുപോലെ പൊട്ടനെ പോലെ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്കതുപോലെ മുട്ടുമടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ വീണു പോകും. ഹല്ലേലൂയ. ഇതാ മോശെ എന്ന ഭക്തൻ കൊമ്പ് വെട്ടിയിടുന്നു. ആ വെള്ളം മാറായെ മധുരമാക്കി തീർക്കുമാവൻ, മാറായെ മധുരമാക്കി തീർക്കുമാവൻ, പറയെ പിളർന്നു ദാഹം പോക്കുമവൻ, പറയെ പിളർന്നു ദാഹം പോക്കുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. അമ്മ, എന്നെ കേൾക്കുന്ന പൈതലേ, എൻ്റെ അപ്പൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തോ, നമ്മൾ കേട്ടോ, നമ്മൾ അംഗീകരിച്ചോ, നമ്മൾ മുട്ടുമടക്കിയോ എന്നെപ്പോഴും ഞാൻ ശ്രദ്ധിക്കണം. അപ്പന് സ്തോത്രം, അപ്പൻ്റെ ഹിതം നടന്നോ, അത് എൻ്റെ ഹിതമാണോ നടന്നത്? അപ്പൻ വിളിച്ചപ്പോൾ എല്ലാ വിളിയും കേട്ടോ? കേൾക്കാത്ത ഏതെങ്കിലും വിളി ഉണ്ടായിരുന്നോ? കേൾക്കാത്ത വിളി ഏതാ? കേൾക്കാത്ത വിളി ഏതാ? നമ്മൾ പലപ്പോഴും കേൾക്കാത്ത വിളി ഏതാ? ഒരു വരി പറയുമ്പോൾ മനസ്സിലാകും കേൾക്കാത്ത വിളി ഏതെന്നേ. അത് കേൾക്കുമ്പോൾ ഉള്ളതെല്ലാം നിനക്കൊരു കുറവുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ഓടി വന്നത് എന്തിനാ? കർത്താവേ, എൻ്റെ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, അപ്പം എന്നെ ബഹുമാനിക്കണം, കൊല ചെയ്യണം, കൊല ചെയ്തത്, വ്യഭിചാരം ചെയ്തത്, മോഷ്ടിക്കരുത്, എല്ലാം പറഞ്ഞു. ഇപ്പോൾ കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവിന് സന്തോഷമായി. കർത്താവ് പറഞ്ഞു, സ്തോത്രം. എന്നാൽ ഇനി മുഖത്ത് നോക്കി ഒരു പുഞ്ചിരിയൊക്കെ യേശുവിന് വന്നു. അത് കഴിഞ്ഞ് യേശു പറഞ്ഞു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. ഇതുപോലെ പറയുമ്പോൾ നമ്മൾ അത് എല്ലാവരോടും ഇത് പറയില്ല, എല്ലാവരോടും വിറ്റ് കൊടുക്കാൻ പറയില്ല. അത് പറയുന്നവർ ചെയ്യും, അല്ലെങ്കിൽ കൊടുക്കാം. ഇവർ ദൈവത്തിൽ പോലും കാണില്ല, കർത്താവിന് അതറിയാം. അപ്പോൾ എല്ലാവരോടും പറയത്തില്ല എല്ലാം. ഇപ്പോൾ വിറ്റ് കൊടുക്കാൻ ആ പൈതലിനോട് പറഞ്ഞു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ്. കണ്ടോ, നമ്മൾ കേൾക്കാത്തത് കർത്താവ് പറയുന്ന മുഴുവനും കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ കേൾക്കാറില്ല. നമ്മളെ മുഴുവനും കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കേൾക്കാം, കുറച്ച് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അപ്പം വിലയുള്ളത് ഏതിനാണ്? മുഴുവനും കൊടുക്കുന്നതിനാണോ കുറച്ച് കൊടുക്കുന്നതിനാണോ? പക്ഷെ നമ്മളെങ്ങനെ കൊടുക്കൂ? വിലയുള്ളത് എന്തെന്നാ? മുഴുവൻ. പക്ഷെ നമ്മളെപ്പോഴും അതേ കൊടുക്കൂ. വിലയുള്ളത് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ മുഷിഞ്ഞ് തിരിച്ചു പോകും. അവിടെ നമ്മളെ കാതടഞ്ഞിട്ട് വിചാരിക്കും, നമ്മൾ പറയും എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും, ദൈവമായിരിക്കത്തില്ല പറഞ്ഞു, അങ്ങനെയൊക്കെ പറയൂല്ല. ഇതൊക്കെ തോന്നി നമ്മൾ തന്നെ കുറേ കൂടെ കയ്യിൽ നിന്നിട്ട് നമ്മൾ തന്നെ ഒരു ആശ്വാസം കണ്ടെത്തി അടുത്തല്ലെങ്കിൽ പറയും ഇതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ലെന്ന് പറയും. അടുത്തല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു റൂട്ട് കണ്ടുപിടിച്ചിട്ട് പറയും എൻ്റെ വീട്ടുകാരൊന്നും ഇതിനൊന്നും നമ്മൾ കണ്ടുപിടിക്കുന്ന റൂട്ടാണ്. ദൈവത്തിനറിയാം ഇതെല്ലാം ഇവളകത്ത് ഗണിച്ച് കൂട്ടുന്ന റൂട്ടാണെന്നൊക്കറിയാം. നമ്മളല്ലെങ്കിൽ ഒരു പഴുതുമില്ലെങ്കിൽ പറയും ശരിയാവില്ല, ഭർത്താവ് എന്നെ അനുവദിക്കില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ പറ്റില്ല. റൂട്ടടച്ചുണ്ടോ? കർത്താവ് ചോദിക്കും, നിന്നോട് ആര് പറഞ്ഞു നിൻ്റെ ഭർത്താവ് നിന്നെ വിലക്കുമെന്ന്? പക്ഷെ ഞാനായിട്ട് എന്ത് ചെയ്തു? ഇത് കർത്താവ് വിലയുള്ളത് കൊടുക്കാൻ പറയുമ്പോൾ നമ്മളെല്ലാവരും തിരിഞ്ഞു പോകുന്ന ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു പോകും. കർത്താവ് അതുകൊണ്ട് വില എല്ലാം വിൽക്കാനൊക്കെ എല്ലാവരോടും പറയത്തില്ല, പക്ഷേ പറയുന്നവർ ചെയ്യുന്നുണ്ട് ലോകത്ത്. അത് എല്ലാവർക്കും ഉള്ളതല്ല, അത് ആർക്കൊക്കെ കുറച്ച് പേർക്ക് ഉള്ളതാ. എല്ലാവർക്കും ഒന്നും അത് ചെയ്യാൻ പറ്റത്തില്ല. ഇയ്യോബിൻ്റെ കഷ്ടത എല്ലാവരോടും ദൈവം കാണിക്കാറില്ല. എന്താ കാണിക്കാത്തേ? അത് ഇയ്യോബിനെ മേൽ കാണിച്ചാൽ എന്താണെന്ന് ആർക്കറിയാം? ദൈവത്തിന് അറിയാം. സ്തോത്രം. ഇനി കേട്ടോ, പൗലോസിൻ്റെ ജീവിതത്തിനകത്ത് വന്ന കഷ്ടപ്പാട് എല്ലാവർക്കും കൊടുക്കത്തില്ല. ആരവസാനം വരെ നിൽക്കുമെന്ന് ആർക്കറിയാം? ആരംഭവും അറിയാം. ശോധന വന്നാൽ പത്രോസ് പിടിച്ചു നിൽക്കത്തില്ലെന്ന് ആർക്കറിയായിരുന്നു? അതുകൊണ്ട് ഓടി ഒന്ന് പറഞ്ഞു, മക്കളെ പിശാച് നിങ്ങളെ പതിർ പോലെ പാറ്റേണ്ടത് എന്നോട് ആലോചന ചോദിച്ചു. മക്കളെ, നിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ ദൈവത്തോട് എന്ത് ചെയ്തു? നിന്നെ അങ്ങ് വിട്ടുകൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നീ കുഴപ്പം കാണിച്ചാൽ യവൻ്റെ കാര്യം പോക്ക്. അതുകൊണ്ട് ഇവൻ ഈ ശോധന നീ ജയിക്കാൻ വേണ്ട കൃപ കൊടുക്കണം. ഇയ്യോബിനെ പോലെ വല്ല നീ വിട്ടാൽ ഇവൻ്റെ കാര്യം ഇവൻ പിന്നെ കാണത്തില്ല. ദൈവം യേശുപ്പച്ചൻ പ്രാർത്ഥിച്ചു, പത്രോസ് ജയിച്ചു പുറത്തു വന്നു. നമുക്ക് മനസ്സിലായോ? ദൈവത്തിന് അറിയാം എല്ലാവരോടൊന്നും എല്ലാം
പറയത്തില്ല. നമ്മൾക്ക് വില കൊടുക്കാൻ, വിലയുള്ളതിനെ കൊടുക്കാൻ, വിലയേറിയതിനെ കൊടുക്കാൻ ദൈവം അവിടെയാണ് പ്രസാദിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമം ധ്യാനിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ചെങ്കടലെല്ലാം കടന്ന് കനാൻ ദേശത്തേക്ക് എത്തി. ദൈവത്തിന് ഭയങ്കര ആഗ്രഹം, ഇവരൊരു ആലയം ഞങ്ങൾക്ക് വേണ്ടി പണിയണം. ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ഹല്ലേലൂയ. തൊടുവേ കൺകളയെ ഉമ്മൈ ഞാൻ കാണ വേണ്ടുമേ, യേശുവേ ഉണ്മയനായി കാണ വേണ്ടുമേ, തൊടുമേ കാതിനയേ ഒന്നാമം കേൾക്ക വേണ്ടുമേ, യേശുവേ ഒന്നാമം കേൾക്ക വേണ്ടുമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്കൊന്ന് അങ്ങേ കാണണം. കർത്താവിനെ കാണാമെന്ന് പറയുന്നൊരു ഉറക്കം വരുമോ? കർത്താവിനെ കാണാൻ വരുന്നവർക്ക് ഉറക്കം വരുമോ? കർത്താവിനെ കാണാൻ വരുന്നവരുടെ കാതുകൾ അടയോ? ചിന്തിച്ചേ. ദൈവത്തിന് സ്തോത്രം. അടഞ്ഞാലും ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ വീഴും. സ്തോത്രം, സ്തോത്രം. തുടർന്ന് അപ്പാ എൻ്റെ നാവിനെ അങ്ങേക്കായി പാടാൻ, അങ്ങയുടെ മഹത്വമായി മാറാൻ. ഇതിനർത്ഥം ദൈവത്തിന് സ്തോത്രം, അങ്ങയുടേതായി മാറാൻ എന്നെ ഒന്ന് തുടർന്നേ. അങ്ങനെ കർത്താവിൻ്റെ വിശേഷപ്പെട്ട മുത്തുകൾക്ക് അപ്പൻ്റെ മുമ്പിലിരിക്കുമ്പം ഒരുറപ്പുണ്ട്. പറവൂൻ്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയാണ് ഞാൻ. അതിനവിടെ മടിയില്ല, അതിനവിടെ അലസതയില്ല, അതിനവിടെ ക്ഷീണമില്ല, അതിനവിടെ പ്രയാസം പറയാനില്ല, അതിനവിടെ ബുദ്ധിമുട്ട് പറയാനില്ല. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ആ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിളക്കിൽ എണ്ണയും കാണും, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതെപ്പോഴും രാപ്പകൽ പുതിയത് പുതിയത് പുതിയ. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുവിടാ. രാവും പകലും ആ വിളക്കിൽ നിന്ന്, ആ മണവാട്ടികളിൽ നിന്ന് എന്തൊഴുകും? പഴയതല്ല, പിന്നെ ദിവസം തോറും പുതിയത്, ദിവസം തോറും പുതിയത്. കഷ്ടതയ്ക്കകത്തും പുതിയത്, കണ്ണുനീരിനകത്തും പുതിയത്, വേദനയ്ക്കകത്തും പുതിയത്, നിന്നയ്ക്കകത്തും പുതിയത്, ദുഷിക്കകത്തും പുതിയത്, ഒറ്റപ്പെടലിൻ്റെ അകത്തും പുതിയത്. അവർക്ക് ആനന്ദം മാത്രം. കണ്ണുനീരുണ്ട്, ഞരക്കമുണ്ട്, വേദനയുണ്ട്, ഭാരമുണ്ട്, ദുഃഖമുണ്ട്. എന്നിട്ടും അവർക്ക് ഓരോ ദിവസവും എൻ്റെ നാഥൻ്റെ പുതിയത്. അവർക്ക് പുതിയത് അവർ പ്രാപിച്ചുകൊണ്ടിരിക്കുക. അവർ നിറഞ്ഞൊഴുകുന്നത് പഴയതല്ല, കഴിഞ്ഞ ആഴ്ച പ്രാപിച്ചതല്ല, കഴിഞ്ഞ മാസം പ്രാപിച്ചതല്ല, കഴിഞ്ഞ വർഷം പ്രാപിച്ചതല്ല. രാവിലെ തോറും അത് പുതിയതായി. ശബ്ദം കേട്ടാൽ എൻ്റെ കണ്ണിനെ ഒന്ന് തുടണേ അപ്പാ, അങ്ങേ ഒന്ന് കാണണം യേശുവേ, എനിക്ക് അങ്ങേ ഒന്ന് കേൾക്കണം അപ്പാ. അങ്ങേക്കായി എനിക്കൊന്ന് ജീവിക്കണം അപ്പാ. അങ്ങയുടെ ശബ്ദത്തിനായി എനിക്കൊന്ന് വിട്ടുകൊടുക്കണം. എനിക്കറിഞ്ഞൂടെ, ഞാൻ തിരക്കിട്ട് നിൽക്കുകയാണ്. ഇത്ര മണിക്ക് ഞാൻ ഇന്ന സ്ഥലത്ത് എനിക്ക് എത്തണം. ഹല്ലേലൂയ. ആ ശുശ്രൂഷയല്ല, ജോലിയുമല്ല, വേറെ എന്തോ ഒരു എമർജൻസിയാണ്. പക്ഷേ എനിക്കന്ന് പോകാൻ പറ്റിയില്ല. എനിക്കറിയാം, എന്നെ അത്രമാത്രം എൻ്റെ യേശു സ്നേഹിക്കുന്നുണ്ട്, എന്നെ അത്രമാത്രം എൻ്റെ ദൈവം അറിയുന്നുണ്ട്, എന്നെ അത്രമാത്രം എൻ്റെ ദൈവം മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറയാം, ഒരു മണവാട്ടിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങുമ്പോൾ ഒരു പാട്ടിൻ്റെ വരിയിലൂടെയെങ്കിലും അവരെ വെട്ടിപ്പൊളിച്ചെടുത്ത് എല്ലാത്തിനകത്തുനിന്ന് വേർതിരിച്ച് ആമേൻ ഒരു പെൺകുതിരയാക്കി ആ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന ഒരു മണവാട്ടിയാക്കി, വിളിക്കപ്പെട്ടൊരു നടുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു പാത്രമാക്കി നിന്നെ വയ്ക്കുവാൻ. ഹല്ലേലൂയ. ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്, ദൈവം നിന്നെ അറിഞ്ഞിരിക്കുകയാണ്, ദൈവം നമ്മെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മണവാട്ടിക്ക് വചനം കേൾക്കുമ്പോൾ തളരത്തില്ല, അവൾ ഉറങ്ങത്തില്ല, അവൾ വീണുപോകത്തില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ പോയേ, വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ചെങ്കടൽ കടന്നു കനാൻ ദേശത്തേക്ക് ഇവർ യാത്ര ചെയ്യുകയാണ്. കനാൻ ദേശത്ത് എത്തി. വർഷങ്ങളായി എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തൊരു സ്വപ്നം കടന്നു. എന്താ സ്വപ്നം? ഇവർ എനിക്ക് സ്വത്രം എന്നെ ആരാധിക്കാൻ ഒരാലയം പണിയണം. എൻ്റെ ദൈവത്തിന്
ദൈവത്തിന് വളരെ ഇഷ്ടം തോന്നി ഒരാലയം പണിയണം. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ സ്തോത്രം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ, എൻ്റെ ദൈവത്തിന് പണ്ടേ ഒരുക്കങ്ങളുണ്ട്. എപ്പോൾ എവിടെ ആലയം പണിയണം ദൈവത്തിന് ആഗ്രഹം. ഹല്ലേലൂയ സ്തോത്രം. ദാവീദിന് ഭയങ്കര ആഗ്രഹമെന്ന് എനിക്കൊരു ആലയം പണിയണം. പക്ഷെ ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, എവിടെ പണിയണമെന്നും ആഗ്രഹമുണ്ട്. സ്തോത്രം. ആരെ കൊണ്ട് പണിയണമെന്നും ആഗ്രഹമുണ്ട്, എപ്പം പണിയണമെന്നും ആഗ്രഹമുണ്ട്. ആലയം തിരഞ്ഞെടുക്കുമ്പോൾ അത് എവിടെ എപ്പോൾ പണിയണമെന്നും എവിടെ പണിയണമെന്നും അത് എങ്ങനെ പണിയണമെന്നും അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യന്റെ ആഗ്രഹത്തിന് നടക്കത്തില്ല. കാരണം വസിക്കേണ്ടത് മനുഷ്യനല്ല, വസിക്കേണ്ടത് ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ദൈവം നോക്കി എൻ്റെ അപ്പനെ ആരാധിക്കാൻ പഴയ നിയമത്തിൽ ഒരു ആലയം പണിയാൻ ദൈവം ആഗ്രഹിച്ചു. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ദാവീദിന് ഒരു ആഗ്രഹം തോന്നി, എനിക്ക് ആലയം പണിയാം. പ്രവാചകനോട് പറഞ്ഞു, എനിക്കിപ്പോൾ ദാഹമാണ്. ദൈവം പറഞ്ഞു ദാവീദ് പണിയത്തില്ല, ദാവീദിനെ പണിയാൻ തിരഞ്ഞെടുത്തില്ല. എന്നാൽ ദാവീദിൻ്റെ മകനാകുന്ന ശലോമോനെ കൊണ്ട് പണിയാൻ ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദാവീദിന്റെ മകനാകുന്ന ശലോമോനെ നീ എവിടെ ആലയം പണിയണമെന്ന് അറിയാമോ? ഹല്ലേലൂയ. നിന്റെ അപ്പന് പ്രത്യക്ഷപ്പെട്ട യഹോവ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വേണം നീ ആലയം പണിയാൻ. നീ ആലയം പണിയുന്ന എല്ലായിടത്തും ആലയം പണിയരുത്. എൻ്റെ അപ്പൻ പ്രത്യക്ഷപ്പെട്ട ദാവീദിന് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിലെ നീ എനിക്ക് ആലയം പണിയാവോ? ഹല്ലേലൂയ. അപ്പോൾ ആലയം പണിയാൻ സ്ഥലം ദൈവം പറയുന്നിടത്ത് വേണം പണിയാൻ. പിന്നെ ആലയം പണിയാൻ ആളിനെ ദൈവം സെലക്ട് ചെയ്യണം. ഇനി ആലയം എങ്ങനെ പണിയണം അത് ദൈവം പ്ലാൻ ചെയ്യണം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. ആമേൻ. ദൈവം ഇറങ്ങിയെടുത്തേ ദൈവാലയം പണിയൂ, ഉടഞ്ഞെടുത്തേ പണിയും, തകർന്നെടുത്തേ പണിയൂ, മരിച്ചെടുത്തേ പണിയൂ, വീണെടുത്തേ പണിയൂ, ക്രൂശിക്കപ്പെട്ടെടുത്തേ പണിയൂ, ചാകാൻ ഏൽപ്പിച്ചെടുത്തേ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. ചാകാൻ ഏൽപ്പിച്ചെടുത്തേ പണിയൂ. ദൈവം പറഞ്ഞു 2 ദിനവൃത്താന്ത പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തുണ്ട്. വായിച്ചേ, 3:1 മുതൽ വായിച്ചേ. പഴയ നിയമത്തിലെ ആലയം സ്തോത്രം പുതിയ നിയമസഭയ്ക്ക് ഒരു നിഴലാണ്. വായിച്ചേ. 3:1 മുതൽ. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിനെ യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ എവിടെയാണ് ആലയം പണിയാൻ തീരുമാനിച്ചേ? ദൈവം എവിടെയാണോ പ്രത്യക്ഷപ്പെട്ടത്, പ്രത്യക്ഷപ്പെട്ടത് എല്ലാവരിലും അല്ല. നമ്മളാരാ? ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം എന്നിൽ വസിക്കണമോ? ആലയം അങ്ങനെ ആയിരിക്കണം. ഞാനെന്ന ആലയത്തിൽ അപ്പൻ വസിക്കണം. അത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിങ്ങളിൽ വസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നിൽ വസിക്കാൻ, നിങ്ങളിൽ വസിക്കാൻ, ദൈവം വസിക്കാൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശു വസിക്കാൻ? വേറെ ഒന്നുമല്ല, യേശു വസിക്കാൻ. യേശു വസിക്കാൻ ആഗ്രഹിക്കുന്നവരോടാണ് ഈ ആലോചന, ഈ ദൂതും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യേശു വസിക്കണമെങ്കിൽ യേശു ആ ആളിനെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നടുവിൽ നിന്ന്, വിളിക്കപ്പെട്ട നടുവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പൈതലായിരിക്കണം. വിളിക്കപ്പെട്ടു, അതിനകത്ത് സെലക്ട് ചെയ്യപ്പെട്ടു. അമ്മേ വിളിച്ചു. കുറേ എണ്ണം നക്കി കുടിച്ചവരും കുറേ എണ്ണം കമന്ന് കുടിച്ചവരും കുറേ എണ്ണത്തിന് അങ്ങ് വിട്ടുല്ലേ. പക്ഷേ ദൈവം അതിനകത്തുനിന്ന് അപ്പൻ്റെ ഹൃദയപ്രകാരം നിൽക്കുന്നവരെ, കർത്താവിനെ പണിയാൻ പറ്റുന്നവരെ ദൈവം കാണുന്നുണ്ട്. അവരെ മാത്രമേ ദൈവം തിരഞ്ഞെടുക്കൂ. എന്തിനു വേണ്ടി? എൻ്റെ അപ്പന് വസിക്കാൻ, എൻ്റെ അപ്പന് സംസാരിക്കാൻ. ആ വായാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ അപ്പന് പകരാൻ, എൻ്റെ അപ്പനെ വിളിച്ചു പറയാൻ, എവിടെ ലജ്ജയില്ലാതെ വിളിച്ചു പറയാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയുള്ളവരെയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടെ ഈ ആഴമായ വചനം എൻ്റെയും നിങ്ങളുടെയും അകത്തളങ്ങളിൽ വ്യക്തവും സ്പഷ്ടവുമായി വെളിപ്പെടട്ടെ സ്നേഹിതരെ. ഇതാ എൻ്റെ ദൈവം തിരഞ്ഞെടുത്തതും. എവിടെയെന്ന് വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. 3:1 മുതൽ വായിച്ചേ. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിനു യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ, കണ്ടോ, മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ഹല്ലേലൂയ. പണിതത് എവിടെ? തെറ്റിപ്പോയില്ല. പണിയാൻ ദൈവം എവിടെ പറഞ്ഞോ അവിടെ തന്നെ പണി നടക്കുകയാണ്. ദൈവം ഇറങ്ങിയ സ്ഥലം എങ്ങനെ അതെവിടെയാണ്? ഒർന്നാന്റെ കളം. അത് ദൈവം ഇറങ്ങിയ സ്ഥലം. വായിച്ചെടുത്ത വരി.
വായിച്ചേ. തന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസം 2-ാം തീയതിയായിരുന്നു അവൻ പണി തുടങ്ങിയത്. കണ്ടോ, കർത്താവ് അനുസരിച്ച് അവൻ പണി അങ്ങോട്ട് തുടങ്ങി. മോറിയ മലയിലായിരുന്നു. എവിടെ ആ പണിയപ്പെടുന്നത്? എവിടെയാണ്? മോറിയ മല. ഓ സ്തോത്രം. ആലയം പണിയാൻ തുടങ്ങി എവിടെയാ? മോറിയ മല. ഇവിടെയാണ് ദാവീദിന് പ്രത്യക്ഷപ്പെട്ടത്. യെബൂസ്യനായ സ്തോത്ര ഓർന്നാൻ്റെ കളം ഈ സ്ഥലത്താണ്. ഈ സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്. ഹല്ലേലൂയ. മോറിയ മല. മോറിയ മലയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തിയിലുണ്ട്. 22-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 2 മുതൽ അങ്ങോട്ട് വായിക്കാം. എടുത്ത് വായിച്ചേ. എന്തുകൊണ്ടാണ് ദൈവം ആ സ്ഥലം ആലയം പണിയാൻ തിരഞ്ഞെടുത്തത്? സാന്യ ദൈവം തിരഞ്ഞെടുക്കണമെങ്കിൽ നിന്നെ എന്നെയും ദൈവത്തിന് വസിക്കാൻ ഒരു മന്ദിരമായി തിരഞ്ഞെടുക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ല. തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് പ്രത്യേക യോഗ്യതകൾ വേണം. അതെൻ്റെ അപ്പൻ്റെ കണ്ണിൽ വെളിപ്പെടണം. അത് മനുഷ്യന് വെളിപ്പെട്ടാൽ പോരാ, ലോകത്തിന് വെളിപ്പെട്ടാൽ പോരാ, എൻ്റെ അപ്പന് വെളിപ്പെടണം. വായിച്ചേ, എന്താ ആ കളം തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഈ സ്വത്രം 22-ന്റെ 2-ാം വാക്യം മുതൽ വായിക്കാം. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അടുത്ത് അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു കഴുതയെ കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെ എന്റെ മകൻ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് ഹോമയാഗത്തിന് വിറക് കീറി എടുത്തു കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ദൈവം ആര് കൽപ്പിച്ച സ്ഥലത്ത്? ദൈവം കൽപ്പിക്കുന്നൊരു സ്ഥലമുണ്ട്. ദൈവത്തിനൊരു കൽപ്പനയുണ്ട്. നീ എന്താ അതിൻ്റെ അർത്ഥം? നീ കൂടുതൽ സ്നേഹിക്കുന്ന സാധനത്തിനെ, നീ കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനത്തിനെ, എന്നെക്കാൾ അധികമായി നീ വില കൽപ്പിക്കുന്ന സകലത്തിനെയും സ്വത്രം പീസാക്കി അറുത്ത് യാഗവസ്തുവായി അർപ്പിക്കുന്ന ആ ഓർന്നാൻ്റെ കളം, ആ മോറിയ മല. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. നീ വിലപ്പെട്ടതായി കാണുന്ന സകലത്തെയും അർപ്പിച്ചിട്ട് അപ്പനെ ഒന്ന് മുഴുവനും സ്വീകരിപ്പാൻ, അപ്പനൊന്ന് 1-ാമത്തെ വില കൊടുക്കാൻ എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. ഹല്ലേലൂയ. പക്ഷേ അബ്രഹാം ദൈവത്തോട് കൂടെയായിരുന്നു. അബ്രഹാമിന് വർഷകാലം കാത്തിരുന്ന് കിട്ടിയ മോനാണ്. അവനോട് ഒത്തിരി ഇഷ്ടം തോന്നി അപ്പന്. പക്ഷേ എൻ്റെ ദൈവത്തിന് അറിയാം, എന്നെക്കാളധികം ഒരല്പം കൂടെ ഇവന് ഇഷ്ടം തോന്നി. പക്ഷെ അതും പോലും എൻ്റെ അപ്പൻ പറഞ്ഞു, മക്കളെ ഇല്ല, നീ അതിനെ യാഗമർപ്പിക്കണം, നീ അതിനെ യാഗം തരണം. അതിന് ഞാനൊരു കളം കണ്ടിട്ടുണ്ട്, സ്തോത്രം. നിന്റെ കാലത്തിന് ശേഷം കനാൻ ദേശം കഴിഞ്ഞ് ഒരു കൂട്ടർ അവിടെ എത്തും. സ്തോത്രം. ദാവീദ് അവിടെ എത്തും. ദാവീദിന്റെ തലമുറയായ ശലോമോനിലൂടെ ഞാൻ എന്നെ ആരാധിപ്പാൻ ഞാനൊരാലയം അവിടെ പണിയും. അതിന് മുൻപേ നിനക്ക് വിലപ്പെട്ടതിനെ നീ കീറി മുറിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം, നീ യാഗം കൊടുക്കുന്ന ഒരു സ്ഥലമായിരിക്കണം, നീ ഉടയുന്നൊരു സ്ഥലമായിരിക്കണം, നീ ക്രൂശിന് വിട്ടുകൊടുക്കുന്ന ഒരു സ്ഥലമായിരിക്കണം, നിന്നിലുള്ള നിന്നെ മരിപ്പിക്കുന്ന സ്ഥലമായിരിക്കണം. ദൈവത്തെക്കാൾ വിലയർപ്പിക്കുന്ന സകലത്തെയും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമായിരിക്കണം ഈ സ്ഥലം. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് ദൈവാലയം പണിയുന്നത്, അവിടെയാണ് ദൈവം വസിക്കുന്നത്, അവിടെയാണ് ദൈവം ഇരിക്കുന്നത്. അവിടെ ദൈവം ഇരുന്നാൽ ആലയം പുക കൊണ്ട് നിറയും. അവിടെ ദൈവം ഇരുന്നാൽ ആലയത്തിനകത്ത് ശുശ്രൂഷ വെളിപ്പെടും. അവിടെ അങ്ങനെ ഉള്ളവരിലൂടെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. ആ സാന്നിധ്യത്തിനകത്തായിരിക്കും, ആ കൃപയ്ക്കകത്തായിരിക്കും, ആ ദൈവശക്തിക്കകത്തായിരിക്കും. അങ്ങനെ ഉള്ള ആലയം പണിയാൻ ദൈവം തിരഞ്ഞെടുത്ത കളത്തിൽ 1-ാമത് അബ്രഹാം ആരാധന കഴിച്ച സ്ഥലം. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? എന്താരാധന? ആരാധന എന്താ? നമ്മൾ ഒരിക്കലും കൈയടിച്ച് പാടുന്നതാണ് ആരാധന, നൃത്തം ചെയ്യുന്നതാണ് ആരാധന. പിന്നെന്താ ആരാധന? എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, വചനം പറയും മുമ്പ് എൻ്റെ അഭിപ്രായം പറയാം. സ്വത്രം. ജീവിതം കൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ് ആരാധന. എത്രയൊക്കെ വെളിപ്പെടും, ഇത് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ പ്രിയൻ എന്നോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു.
സ്വത്രം. ദൈവത്തിന് പ്രസാദമുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി സ്ഥലത്തായിരുന്നാലും, വീട്ടിനകത്തായിരുന്നാലും, അടുക്കളയ്ക്കകത്തായിരുന്നാലും, എൻ്റെ മുറിക്കകത്തായിരുന്നാലും, എൻ്റെ രാത്രിയിൽ ഉറക്കത്തിനിടയ്ക്കായിരുന്നാലും ദൈവം പ്രസാദിക്കുന്നത് ചെയ്യുന്നതാണ് ആരാധന. അല്ലാതെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തും ഇരുന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധന വേണ്ടതല്ലത് വേണം. പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുന്ന പ്രസാദിക്കുന്ന ആരാധന. പിന്നെ എന്തോന്ന്? എന്നെ മരിപ്പിച്ചിട്ട് ദൈവത്തെ വെളിപ്പെടുത്തുന്ന ആരാധന. ഞാൻ ചത്തിട്ട്, ഞാൻ തകർന്നിട്ട് അവിടെ ക്രിസ്തുവിന് പ്രസാദമുള്ളത് വെളിപ്പെടുന്ന ആരാധന. അപ്പൻ പറയണം അവിടെ, മോളെ നിന്നെ എനിക്ക് പ്രിയപ്പെട്ടു, നിന്റെ ആരാധനയ്ക്ക് ഇത് ഇഷ്ടമായി എന്ന് എൻ്റെ ദൈവം അഡ്രസ് ചെയ്യുന്ന ആരാധന. അവിടെ മാത്രമേ ദൈവാലയം പണിയാൻ സമ്മതിക്കൂ. അവിടെ മാത്രമേ ദൈവത്തിന് ഇരിക്കാൻ ഇഷ്ടമുള്ളൂ. സ്വയങ്ങൾ മരിക്കുന്ന ആലയം, എന്നെ ഉടയ്ക്കുന്ന ആലയം, എന്നെ നശിപ്പിക്കുന്ന ആലയം, എൻ്റെ ജഡത്തിൻ്റെ പ്രവർത്തികളെ തകർക്കുന്ന കത്തിക്കുന്ന ആലയം. നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ആലയം എന്നൊക്കെ പറയുമ്പോൾ പുതിയ നിയമത്തിനകത്ത് ദൈവത്തിൻ്റെ ആലയം ഞാനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെടുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് മാത്രമേ ആര് വസിക്കൂ? ആര് വസിക്കൂ? എല്ലാത്തിൻ്റെ അകത്ത് കയറി കുടിയിരിക്കുന്ന ആളല്ല എൻ്റെ ദൈവം. ദൈവത്തിന് വാസയോഗ്യമായ പാത്രങ്ങൾക്കകത്ത്, ആ ഒർന്നാന്റെ കളത്തിനകത്ത് നുറുങ്ങിയവരുടെ അകത്ത് ദൈവം വസിക്കും. എന്തോന്ന നുറുക്കൽ? തനിക്ക് ഏറ്റവും വിലപ്പെട്ടതിനെ യാഗമായി അർപ്പിച്ച ആരാധന. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. അവിടെ എന്തോന്നാ എഴുതിയിരിക്കുന്നത്? വായിച്ചെടുത്ത് അവർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വായിച്ചേ. മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അടുത്ത് അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. എങ്ങനെ? ഞാനും ബാലനും. ദൈവം പറഞ്ഞെന്തോന്നാ? മോനെ, നിന്റെ മോനെ എനിക്ക് തരണം. പക്ഷെ അബ്രഹാം പറഞ്ഞെന്തോന്നാ? എന്തിനാണ് മോനെ കൊടുക്കാൻ പറഞ്ഞത്? ആരാധനയാണ്. അർത്ഥം എന്താ? അനുസരിക്കുന്നതാണ് ആരാധന. ദൈവത്തെക്കാൾ അധികമായി ഉള്ളതിനെ മുഴുവനും, ദൈവത്തെക്കാൾ അധികമായി എന്നിൽ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്നിലുള്ളത് മുഴുവനും യാഗപീഠത്തിൽ പീസാക്കി അർപ്പിക്കുന്നതാണ് ആരാധന. നിങ്ങൾക്ക് വെളിപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ കണ്ണിലൂടെ, എൻ്റെ വായിലൂടെ, എൻ്റെ കാതിലൂടെ, എൻ്റെ ഹൃദയത്തിലൂടെ, എൻ്റെ ചിന്താമണ്ഡലത്തിലൂടെ, എൻ്റെ ജീവിതത്തിനകത്തിലൂടെ ഏറ്റവും ഇസഡ് മേഖലയ്ക്കകത്തും പ്രതികൂലങ്ങളുടെ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ ഞാൻ എന്തോ വലുതായി കാണുന്ന സകലത്തെയും അറുത്ത് മുറിച്ച് റോമർ 12:1 ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗമായി അർപ്പിക്കുന്നതാണ് ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മനസ്സരിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന എന്തെന്നാൽ, നിങ്ങൾ എങ്ങനെ കൊടുക്കണം ആരാധന? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിപ്പീൻ. എന്നെ തന്നെ പീസാക്കി ദൈവത്തെക്കാൾ അധികം ഞാൻ സ്നേഹിക്കുന്ന സകലത്തെയും കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന കളമാണ് ഒർന്നാന്റെ കളം. അവിടെയാണ് ആലയം വരുന്നത്. ആമേൻ. വീഴുന്ന സ്ഥലം, ഉടയുന്ന സ്ഥലം, ആ സ്ഥലത്തിലെ ആലയം പണിയൂ. എത്ര പേർക്ക് വെളിപ്പെടുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. വീട്ടിൽ ചെന്നിരുന്ന് നിങ്ങൾ ആലോചിക്കണം. മനസ്സിലായില്ലെങ്കിൽ വീട്ടിൽ ചെന്നിരുന്ന് ആലോചിച്ച് നോക്കണം. കർത്താവ് എന്നോട് ഇടപെടണമെന്ന് പറയണം. ഹല്ലേലൂയ. അബ്രഹാം തനിക്ക് വിശേഷപ്പെട്ടതിനെ മുഴുവനും കൊണ്ടുപോയി. ദൈവത്തെക്കാൾ അധികം വില കൊടുത്തത് മുഴുവനും കൊണ്ടുപോകുമ്പോൾ കൂടെ വന്നവർ ചോദിച്ചു, അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽപ്പീൻ. ഒന്നുകൂടെ ആ വരി വായിച്ചു പോകാം. വായിച്ചേ. നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന്. അവിടത്തോളം, എവിടത്തോളം? ഒരുപാട് ദൂരെയാണ് ഈ സ്ഥലം അല്ലേ? എത്ര ദിവസത്തെ വഴിയാ പോയേ? 3 ദിവസത്തെ വഴി. അടുത്ത് ഒരുപാട് സ്ഥലമുണ്ട്, പക്ഷെ കൊടുക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിനൊരു സ്ഥലമുണ്ട്, അത് വില കൊടുത്തേ പോകാൻ പറ്റും. ചെലവില്ലാതൊന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ അപ്പൻ ചെലവില്ലാത്തതിലൊന്നും പ്രസാദിക്കാൻ പോകുന്നില്ല. വില കൊടുക്കുന്നതിൽ ദൈവം പ്രസാദിക്കും. ചെലവിടുന്നതിൽ ദൈവം പ്രസാദിക്കും. വിലയില്ലാത്തതിന് ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല സ്നേഹിതരെ. നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത് വിലയില്ലാത്തതല്ലേ? വിലയില്ലാത്തതിനെ കൊടുക്കും. നമ്മൾ പലപ്പോഴും വിലയുള്ളതിനെ കൊടുക്കും. നമ്മളെ പ്രധാനപ്പെട്ട സമയം കർത്താവിനായിട്ട് കൊടുക്കുന്ന എത്ര പേരുണ്ട്? എവിടെ? പിന്നെ നമ്മൾ കൊടുക്കുന്ന എന്തോന്നാ? എല്ലാം കഴിഞ്ഞ് ചിട്ടമുള്ള സമയം പോലും നമ്മൾ അങ്ങനെ കൊടുക്കത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എല്ലാം വിലപിടിപ്പുള്ള ദൈവത്തിന് കൊടുക്കണം. എല്ലാം എവിടെ കൊടുക്കണം? വിലപിടിപ്പുള്ള, വില കൊടുക്കണം. അപ്പം ഞാൻ
വിലപിടിപ്പുള്ള സമയം കൊടുക്കാറില്ല. പക്ഷെ അബ്രഹാം ഒന്ന് നിശ്ചയിച്ചു, എനിക്ക് വിലയുണ്ടെന്ന് പറഞ്ഞതിനെ എൻ്റെ അപ്പൻ്റെ ശബ്ദം കേട്ട് കൊടുക്കാൻ ഞാനൊരുക്കം. അല്ലാത്ത ഒരു ആരാധനയല്ല, അല്ലാത്ത ഒന്നും ഞാൻ 100% എന്നെ ചേർത്ത് പിടിച്ചോട്ട് പറയാം. അല്ലാതെ ശാലിനി എത്ര തുള്ളിയാലും ഉരുണ്ടാലും ചാടിയാലും മറിഞ്ഞാലും തലകുത്തനെ വന്ന് നീ നിന്നാലും എന്തില്ല. ദൈവത്തിന് സ്വോത്രം. സ്നേഹിതരെ, സ്വോത്രം. ഉറന്നാൻ്റെ കളം അത് അസാധ്യ കളമാണ്. അബ്രഹാം ചിന്തിച്ചു, എൻ്റെ ആരാധന ഒളപ്പാസ് ആരാധന. ദൈവത്തെ അനുസരിച്ച മനുഷ്യൻ, ഹല്ലേലൂയ, അവിടെ കടന്നു വന്നു. അടുത്ത വാക്യം വായിച്ചേ. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം എന്ന് പറഞ്ഞു. എങ്ങനെ കർത്താവ് പറഞ്ഞ എന്തോന്നാ? മോനയാഗം കൊടുക്കാം. ഇവിടെ എന്തുകൊണ്ടാണ് അപ്പൻ ഇങ്ങനെ പറയുന്നത്? അർത്ഥം എന്താ? ഈ ആരാധനയിലാണ് അബ്രഹാം ദൈവം പറഞ്ഞ വാക്കിനെ ആരാധനയായി അംഗീകരിച്ചു. ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവഹിതം ചെയ്യുന്നതാണ് ആരാധനയെന്നും, തന്നിലുള്ള തന്നെ പീസാക്കി നുറുക്കി മരിക്കാൻ ഏൽപ്പിക്കുന്നതാണ് ആരാധനയെന്നും, ദൈവത്തെക്കാൾ വില കൽപ്പിക്കുന്ന സകലത് യാഗപീഠത്തിൽ യാഗവസ്തുവാക്കി കത്തിയെടുത്ത് പീസാക്കി അത് ദഹിപ്പിക്കുന്നതാണ് ആരാധനയെന്നും, പാപത്തിൻ്റെ മനുഷ്യനെ തകർത്തിട്ട് ഒരു പുതിയ മനുഷ്യനെ ധരിച്ച് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാണ് ആരാധനയെന്നും അബ്രഹാമിന് വെളിപ്പെട്ടപ്പോൾ അബ്രഹാം പറഞ്ഞു, ഞാനും ബാലനും ആരാധന കഴിച്ച് ഞാൻ മാത്രം വരാമെന്നാണോ പറഞ്ഞേ? വായിച്ചേ. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. അടുത്ത വരി. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് ആത്മാവിലും 4:24 വായിക്കുന്നു, എൻ്റെ മക്കൾ കർത്താവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. എന്താണ് ആത്മാവിൽ സത്യത്തിൽ ആരാധന എന്ന് പറഞ്ഞാൽ? 2 പാട്ട് പാടി നമ്മൾ ഭയങ്കര കൈയടിച്ചു, കീബോർഡ് വായിച്ചു, എല്ലാം വായിച്ചു, ഭയങ്കര അതാണോ ആരാധന? അല്ല. പിന്നെ സത്യത്തിലും ആത്മാവിലുള്ള ആരാധന എന്തോന്നാ? ദൈവം പ്രസാദിക്കുന്ന എന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിക്കുന്നത് കുറച്ച് ഉപകരണങ്ങൾ വെക്കേണ്ടതല്ല, എല്ലാം വെച്ച് ആരാധിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ അതൊന്നും വിമർശിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞ ആരാധന എന്തെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. എന്നെ തന്നെ, എൻ്റെ സകല പാപ മനുഷ്യനെയും ആ യാഗപീഠത്തിനകത്ത് കത്താൻ, മരിക്കാൻ, ചാകാൻ, ആ പാപം ഉടയാൻ വിട്ടുകൊടുക്കുന്നതാണ് ആരാധന. അവിടെ മാത്രമേ ദൈവം പ്രസാദിക്കൂ. അല്ലാതെ എത്ര കീബോർഡ് വായിക്കുന്നവരുണ്ടായിരുന്നു, എത്ര സ്വത്രം തബല വായിക്കുന്നവരുണ്ടായിരുന്നു, എത്ര സ്വത്രം വയലിൻ വായിക്കുന്നവരുണ്ടായിരുന്നു എന്ന് എൻ്റെ ദൈവം നോക്കിയിരിക്കുകയല്ല. പിന്നെയോ, ആ ശാലിനി പ്രസംഗിച്ചപ്പോൾ, അവൾ പാടിയപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ അവളെ യാഗമർപ്പിച്ചുവോ? കണ്ടോ? എന്നെ യാഗമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നെ പീസാക്കി നുറുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇതാ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതിനെ ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞതിനെ ഞാൻ പീസാക്കാൻ പോകുകയാണ്. അതേ അധ്യായം തന്നെ 12 മുതൽ വായിച്ചേ. 12 അല്ല 10 മുതൽ വായിച്ചേ. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. കണ്ടോ? ദൈവത്തിന് ഹിതമല്ലാത്തതിനെ അറുത്തു കൊടുക്കാൻ, ദൈവം പറഞ്ഞതിനെ അറക്കാൻ, ദൈവം എന്ത് ഏൽപ്പിച്ചോ അത് ചെയ്യാൻ വില കൊടുക്കണം. ഇത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. മറ്റ് സഹോദരൻ പോയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് തോന്നിയതായിരിക്കും, നമ്മൾ തിരിച്ചു പോകും. പക്ഷെ അബ്രഹാം പോയില്ല, വില കൊടുക്കൊന്നും പോകത്തില്ല. അടുത്ത വരി. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തുനിന്ന്. കാരണം ദൈവത്തിനറിയാം ഇവൻ എന്ത് ചെയ്യും, എന്തുണ്ട് അവന്. ദൈവത്തെ ഭയമുണ്ട്. ദൈവഭയം മഹാജയം. ദൈവത്തിനറിയാം അബ്രഹാമിന് ആരാ ഭയമുണ്ട്. ഭയം എന്ന് പറഞ്ഞാൽ എന്നെ കൊന്നുകളയുന്നാണോ ഭയം? അല്ല, അത് വേറെ. ദൈവഭയം, ദൈവം പറയുന്ന അനുസരിക്കും. അതെന്നെ കൊന്നുകളെ നരകത്തിലിടുന്നു, അതല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ഭയമെന്ന്. അത് വിശദീകരിക്കാൻ സമയം പോരാ. എന്താണ് ഭയമെന്ന് ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പല ദിവസവും പറഞ്ഞിട്ടുണ്ട്. സ്വതം
അപ്പോ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് എന്നെ കൊന്ന് നരകത്തിലിടുമെന്നല്ല. പിന്നെയോ, എനിക്ക് ദൈവത്തെ ഭയമുണ്ടെങ്കിൽ ദൈവം പറയുന്നത് ഞാൻ എന്ത് ചെയ്യും? ഇഷ്ടപ്പെടും. അത് എത്ര വില കൊടുക്കേണ്ടി വന്നാലും, 3 ദിവസം യാത്ര ചെയ്യേണ്ടി വന്നാലും ഞാൻ ചെയ്യും. നമ്മളാണെങ്കിലോ വേറെ ജോലിയുണ്ടോ നോക്ക്. ക്രിസ്തുവിന് വില കൊടുക്കുന്നവന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അവൻ ലോകത്തെ നോക്കത്തില്ല, പ്രശ്നം നോക്കത്തില്ല, പ്രതിസന്ധി നോക്കത്തില്ല, വേറെ ഒന്നും നോക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച് കർത്താവിനായിട്ട് നിൽക്കാൻ തീരുമാനിച്ച കർത്താവാണ് വിളിച്ച് പുറത്തിറക്കിയെങ്കിൽ സ്തോത്രം, അവൻ്റെ വീട്ടിൽ ലോകം പറയുന്നതല്ല അവന് വില, ദൈവം പറയുന്നതാണ് വില. ജീസസ് നിങ്ങൾക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഇതാ വായിച്ച അടുത്ത വരി, സമയം പോയി, വായിച്ചേ. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിനെ അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവെക്കരുത്. കണ്ടോ, ഉറപ്പായിട്ടറിയാം ഇവന് കുഞ്ഞിനെ കൊല്ലും. ഭയം, ദൈവഭയം അവിടെ കർത്താവ് അഡ്രസ് ചെയ്തു. വായിച്ചെടുത്ത വരി. അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. മക്കളെ, നീ വിലപ്പെട്ട് കണ്ടതിനെ എനിക്ക് തരാൻ നീ മടിച്ചില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായതാ നിനക്കെന്നോട് ഭയമുണ്ട്. ഇതാര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എന്നെ നോക്കി, നിങ്ങളെ നോക്കി എന്തെങ്കിലും ഒരു ദിവസം, 3 വർഷം ദൈവം നമുക്ക് തന്നു, ഒരിക്കലെങ്കിലും ഒരു കൽപ്പനയെങ്കിലും അനുസരിച്ചപ്പോൾ, കർത്താവ് പറഞ്ഞ ഒരു ശബ്ദമെങ്കിലും കേട്ടപ്പോൾ, മക്കളെ നീ എന്നെ ഭയപ്പെടുന്നു കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മൾ വില കൊടുക്കാറില്ല. ദൈവത്തെക്കാൾ അധികമുള്ളതിന് കൊടുക്കാൻ പറഞ്ഞ് കൊടുക്കത്തില്ല. നമ്മളെല്ലാം കഴിഞ്ഞ്, നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, എല്ലാം നോക്കി, എല്ലാം ചന്തമായിട്ട്, നമ്മുടെ ചന്തവും നമ്മുടെ ഉചിതവുമായിട്ടുള്ളത് നമ്മൾ ചെയ്യും. അതിലപ്പുറത്തൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇന്നിതിനകത്ത് കർത്താവ് എന്നെ ആലയമായി വസിക്കണമെങ്കിൽ, എന്നിൽ നിറഞ്ഞ് ഒഴുകണമെങ്കിൽ, 24 മണിക്കൂറും സ്വത്രം പുതിയത് 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 ഒഴുകണമെങ്കിൽ, ഞാൻ പറയാം, 2 പേരും ശ്രദ്ധിക്കണമേ. സ്വത്രം എന്നിലേശം നിറയണമെങ്കിൽ കർത്താവിനനുസരിക്കുന്ന ആ മോറിയ മലയിൽ ആ യാഗവസ്തുവായി എനിക്ക് എൻ്റെ ദൈവത്തെക്കാൾ അധികമുള്ള, ദൈവത്തിന് ഇഷ്ടമല്ലാതെ എന്നിൽ വ്യാപരിക്കുന്ന സകലതും പീസാക്കി കത്തിച്ചിട്ട് കർത്താവിൽ നിറയാനൊരു ദാഹം വേണം. കർത്താവിൽ ജീവിക്കാൻ ഒരു ദാഹമുണ്ടെങ്കിൽ ഞാൻ പറയാം, സങ്കീർത്തനം 4:7, ഹബക്കൂക്കിൻ്റെ പുസ്തകം എടുത്തേ, സങ്കീർത്തനം 4:7 വായിക്കുമ്പോഴും സ്വത്രം, ഹബക്കൂക്കിൻ്റെ പുസ്തകം 4:7 വായിച്ചേ, സങ്കീർത്തനം 4:7 വായിച്ചേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ പറയട്ടെ, അവരുടെ ഹൃദയത്തിനകത്ത് കൽപ്പന അനുസരിക്കുന്ന, നുറുക്കപ്പെടുന്ന, ഉടയ്ക്കാൻ വിട്ടുകൊടുക്കുന്ന, കർത്താവ് വസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, ആലയം, വ്യക്തി, ആ വ്യക്തിക്ക് ഒന്നുകൂടെ വായിച്ച വരി. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. കണ്ടോ, ധാന്യം, വീഞ്ഞ്, പണം, സമ്പത്ത്, നല്ല ഭക്ഷണം, നല്ല ഫുഡ്, നല്ല വീട്, നല്ല ജീവിക്കാനുള്ള എല്ലാ സാഹചര്യം വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ആർക്ക്? ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിൽക്കുന്ന പൈതൽ. ഇനി ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17, അത്തിവൃക്ഷം തളർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഇതൊന്നുമില്ലെങ്കിലും
ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇതൊന്നുമില്ലെങ്കിലും, അത്തിവർഷം തളിർത്തില്ലെങ്കിലും, മുന്തിരിവള്ളി അനുഭവം ഉണ്ടായില്ലെങ്കിലും, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോയാലും, നിലങ്ങൾ ആഹാരം വിളയിച്ചില്ലെങ്കിലും, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോയാലും, ഗോശാലയിൽ കന്നുകാലികൾ ഇല്ലെങ്കിലും, ഞാൻ എൻ്റെ അപ്പനിൽ ആശ്രയിക്കും. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അവൻ എൻ്റെ കാൽ പേടക്കാൽ പോലെ ആക്കുന്നു. അവൻ എൻ്റെ കാൽ പേടയുടെ കാൽ പോലെ ആക്കുന്നു. ഉന്നതികളെ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ആമേൻ. അത്തിവർഷം തളർത്തില്ലെങ്കിലും, മുന്തിരിവള്ളിയിൽ അനുഭവം ഇല്ലെങ്കിലും, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോയാലും, നിലങ്ങൾ ആഹാരം വിളയിച്ചില്ലെങ്കിലും, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോയാലും, ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടായില്ലെങ്കിലും, ഞാൻ എൻ്റെ അപ്പനെ ആനന്ദിക്കും. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അവൻ എൻ്റെ കാൽ പേടമാൻ കാലുപോലെ ആക്കുന്നു. ഉന്നതികൾ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. എന്തോ ആകട്ടെ, ഏതോ ആകട്ടെ, ദൈവരാജ്യം ഭക്ഷണവും ഭാര്യവുമല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും. ദൈവം ആലയം പണിയാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലമേത്? ആളേത്? എപ്പോൾ? എവിടെ? എങ്ങനെയുള്ളവരെ? ഇന്ന് ആര് മനസ്സിലാക്കുന്നുണ്ട്? എവിടെ തകരാൻ കൊടുക്കും? എവിടെ വീഴാൻ കൊടുക്കും? ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടം നടന്നോന്നല്ല, എൻ്റെ ശബ്ദം ദൈവം കേട്ടോന്നല്ല, എൻ്റെ ഇഷ്ടം ദൈവം നടത്തിയോന്നല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നടന്നോ. എൻ്റെ ശബ്ദം ദൈവം കേട്ടോന്നല്ല, ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടോ. എൻ്റെ കൽപ്പന ദൈവം അനുസരിച്ചോന്നല്ല, ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് ഞാൻ ദൈവത്തെ ഭയപ്പെട്ടോ. ഹല്ലേലൂയ. ദൈവം വിലപിടിപ്പുള്ളതിനെ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തത് ഒടിഞ്ഞതും കീറിയതും നുറുങ്ങിയതുമാണോ? അതോ വിലയുള്ളതാണോ? അതോ വിലയുള്ളതാണോ? ഇന്ന് പകൽക്കാലം ഏത് തിരഞ്ഞെടുക്കും? വിലയുള്ളതാണോ ഞാനും നിങ്ങളും ദൈവത്തിന് കൊടുത്തത്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കൊടുത്തത് ഏതാണ്? ഹല്ലേലൂയ. കർത്താവിന് കൊടുത്തത് പൊട്ടക്കണ്ണുള്ളതിനെയാണോ? മലാഖി പ്രവചന പുസ്തകം 1:7 വായിക്കുമ്പോൾ, ഹല്ലേലൂയ, 6 വായിക്കുമ്പോൾ, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? നമ്മുടെ ബഹുമാനം ലോകത്തോടല്ലേ സ്നേഹിതരെ? ദൈവത്തോടാണ് ബഹുമാനം. അല്ല എങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ ചോദിക്കുക. എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു, അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നത് ചോദിക്കുന്നു? നിങ്ങൾ എൻ്റെ യാഗപീഠത്തിൽ മലിനഭോജനം അർപ്പിക്കുന്നു. എന്താണ് മലിനഭോജനം? എന്താ മലിനഭോജനം? പള്ളിയിൽ വന്ന് സ്തോത്രം പറഞ്ഞു, വീട്ടിൽ ഉടക്കം ഉണ്ടാക്കി, അടിയുണ്ടാക്കി, പാവം സംസാരിച്ച്, പാവം ചിന്തിച്ചിട്ട് ഞാൻ വന്ന് പറഞ്ഞ സ്തോത്രം മലിനമായിരുന്നു. എങ്ങനെ? എൻ്റെ ആലയത്തിൽ വന്ന് നിങ്ങൾ കാണിച്ചതെല്ലാം മലിനം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് കൊടുത്ത ആരാധനയും മലിനം. 7 ദിവസം ദൈവം തന്ന 7 ദിവസവും ജീവിച്ച ജീവിതവും മലിനം. എന്നിട്ട് നിങ്ങൾ വന്ന് എങ്ങനെ സ്തോത്രം പറഞ്ഞു? നിങ്ങൾ വന്ന് എങ്ങനെ ആരാധിച്ചു? എല്ലാം മലിനമല്ലേ? അടുത്ത വാക്യം ചോദിക്കുന്നു, മലിനഭോജനം അർപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ കണ്ണ് പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. അമ്മേ, ഒരു മന്ത്രിയെ കാണാൻ പോയാൽ, ഒരു ജഡ്ജിയെ കാണാൻ പോയാൽ, ഒരു MLA കാണാൻ പോയാൽ, കേന്ദ്രമന്ത്രിയെ കാണാൻ പോയാൽ എന്താ കൊണ്ടു കൊടുക്കുക? അണ്ടിപ്പരിപ്പും മറ്റു പല വിശിഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ചിലർ കൊണ്ടു കൊടുക്കാറുണ്ട്.
എങ്ങനെയുള്ളത് വാങ്ങും അവർ? ഫസ്റ്റ് ക്വാളിറ്റി. തുറക്കുമ്പോൾ തന്നെ കണ്ണ് നിറയും. കാരണം എല്ലാം മോശപ്പെട്ടതല്ല, എല്ലാം ഏറ്റവും നമ്പർ 1. നീ ലോകത്തിലുള്ള ഒരു മനുഷ്യന് കൊണ്ടു കൊടുക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് കൊടുക്കും. പക്ഷെ സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയ്ക്ക് കൊടുക്കുന്നത് പൊട്ടക്കണ്ണും കുരുടും മുടന്തും തകർന്നതും ഉറങ്ങിയും നട്ടലൊടിഞ്ഞ് വരുന്നേന്ന് പറഞ്ഞു. ജോലിക്ക് പോകുമ്പോൾ ഇതുപോലെ നട്ടലൊടിഞ്ഞ് നിന്നാൽ അടുത്ത ദിവസം പണിക്ക് അവർ വിളിക്കുമോ? അതുകൊണ്ട് നട്ടലൊടിഞ്ഞാൽ അവിടെ നട്ടലൊടിഞ്ഞെന്ന് പറയുമോ? ഈ ഭൂമിയിലുള്ളതൊന്നും കൂടുതൽ ഞാൻ ചോദിക്കാറില്ല, ദൈവത്തോട് പറയാറില്ല. പക്ഷെ എനിക്കറിയാം ദൈവം എൻ്റെ അപ്പനാണോ. അപ്പനുള്ള സ്വർഗീയ സകല നന്മയ്ക്കും നമ്മൾ ഓഹരിക്കാരാണ്. വിശ്വാസമുണ്ടോ? കാക്കകളെ പുലർത്തുന്ന ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ലോകത്തിലെ ഏതെങ്കിലും മൃഗത്തെ പോലെയാണോ? പിന്നെ കർത്താവിൻ്റെ സ്വരൂപവും സാദൃശ്യവും തന്ന് ദൂതന്മാരെ പോലും അങ്ങനെയല്ല സൃഷ്ടിച്ചത്. പിന്നെയോ എന്നെ സൃഷ്ടിച്ചത് ഞാൻ നോക്കും. ഞാൻ വില കൊടുക്കുന്ന എന്തിനു വേണ്ടി? ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? പണത്തിനാണോ എൻ്റെ യേശുവിനാണോ? ഞാൻ എപ്പോഴും നോക്കുന്ന ആളാണിത്. അത് കർത്താവിൻ്റെ കൃപയാണ്. പണത്തിനും ലോകത്തിനും പേരിനും പ്രശസ്തിക്കും ഞാൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ പ്രസംഗിക്കാന്നേ ഉള്ളൂ, ഈ യാഗത്തിൽ തീ കത്തത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് അവർക്കൊക്കെ ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. അതിലെഴുതിയിരിക്കുന്നു, മലാഖിയുടെ പുസ്തകം, അതിലെഴുതിയിരിക്കുന്നു, നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെന്നിട്ട് ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ വരി ഇതിലുണ്ടത് കണ്ടോ? അത് ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. അവൻ പ്രസാദിക്കുമോ? എല്ലാം കഴിഞ്ഞിട്ട് കോടതി പൂട്ടിയിട്ട് കോടതിയിൽ പോയി അന്ന് പ്രസാദിക്കും. അവിടെ ഉണ്ടാ പ്രസാദിക്കുമോ? ഇല്ല. അടുത്ത വരി വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, അതിനെ നിന്റെ ദേശാധിപതി കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ? നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു കൊള്ളുവിൻ. അവനെ, യേശുവിനെ അപ്പ വില കൊടുക്കാൻ, സമയം കൊടുക്കാൻ, എന്നെ കൊടുക്കാൻ, എൻ്റെ ജീവനെ വിലയേറിയത് എണ്ണാതെ അപ്പനെ വിലയുള്ളതായി കാണാൻ. അതെപ്പാ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പോയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് ഞാൻ പോകുന്നത്. പക്ഷേ എങ്കിലും എൻ്റെ അപ്പനായി എൻ്റെ സാഹചര്യം നീ പറഞ്ഞിരുന്നു, പക്ഷേ എൻ്റെ അപ്പനായി. ഇല്ലപ്പാ, ലോകത്തിലുള്ളതിനല്ല. എൻ്റെ കണ്ണിനിമ്പുള്ളത് കാണാനും കാഴ്ച കാണാനും, എൻ്റെ ഇഷ്ടമുള്ള അടുത്ത് യാത്ര ചെയ്യാനും, എൻ്റെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനും അല്ലപ്പാ.